നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന ശുക്രസംഖ്യ നിങ്ങളൊന്ന് എഴുതി നിങ്ങളുടെ പേഴ്സിൽ വെക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ദുരിതങ്ങളും തീരും. നിങ്ങളുടെ ജീവിതം സാമ്പത്തികമായിട്ട് ഉയരും എന്നുള്ളതാണ്. ഐശ്വര്യത്തിന്റെ കൊടുമുടി നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന ശുക്രസംഖ്യയാണ്. അതായത് ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളുടെയും ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ജീവിതത്തിലെ എത്ര ദുരിതമുണ്ടെങ്കിലും എല്ലാം നശിച്ചു നിൽക്കുകയാണെങ്കിലും ശുക്രന്റെ കടാക്ഷത്തിന്റെ ഒരു കണികയുണ്ട് എന്നുണ്ടെങ്കിൽ അത് എല്ലാം നിഷ്പ്രഭമായി നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരുന്നതാണ്. ആ ശുക്രനെ പ്രതിനിധാനം ചെയ്യുന്ന സംഖ്യയാണ് ശുക്രസംഖ്യ എന്ന് പറയുന്നത്. ആരൊക്കെ ഇത് പേഴ്സിൽ എഴുതി വച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം രക്ഷപ്പെട്ട ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത് ആർക്ക് വേണമെങ്കിലും, വിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും പേഴ്സിൽ വയ്ക്കാവുന്നതാണ്. ഇതിന് പൂജയോ മന്ത്രമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന ചിട്ടയോടുകൂടി നിങ്ങൾ എഴുതി വെക്കണമെന്ന് മാത്രം. നിങ്ങളുടെ പേഴ്സിന്റെ ഉള്ളിൽ പൈസയൊക്കെ വയ്ക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മണി പേഴ്സ് ആണെങ്കിൽ അങ്ങനെ, പുരുഷന്മാരുടെ വാലറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, സ്ത്രീകൾ ബാഗോ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ജോലിക്കോ പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗിനകത്തൊക്കെ അങ്ങനെ ധനം സൂക്ഷിക്കുന്ന ആ ഒരു പേഴ്സിലോ ബാഗിലോ നിങ്ങൾക്കിത് എഴുതി വയ്ക്കാം എന്നതാണ്. ദിവസേന പുറത്തു പോകുന്നവര്, ജോലിക്ക് പോകുന്നവരൊക്കെ ഇത് വച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ പേഴ്സിന്റെ അകത്ത് എഴുതി വച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ ശുക്രസംഖ്യ എഴുതേണ്ടത്, എഴുതി പേഴ്സിൽ വയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ പറഞ്ഞതുപോലെ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിന്റെ ഫലം കിട്ടിയിരിക്കും എന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതാണ് ആ ശുക്രസംഖ്യ എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യമായിട്ട് എന്താണ് ഈ ശുക്രസംഖ്യ എന്ന് പറയുന്നത് എന്ന് നോക്കാം. ശുക്രസംഖ്യ എന്ന് പറയുന്നത് 4 അക്കങ്ങൾ ചേർന്ന 4 പ്രധാന ഗ്രഹങ്ങളെ സമന്വയിപ്പിച്ച് ശുക്രനോട് ചേർന്ന് ശുക്രനോട് ചുറ്റി വരുന്ന ഒരു സംഖ്യയായിട്ട് രൂപാന്തരപ്പെടുന്ന സംഖ്യയാണ് ഈ ശുക്രസംഖ്യ എന്ന് പറയുന്നത്. അതായത് 4 നമ്പറുകൾ ചേരുന്നതാണ് ഒരു ശുക്രസംഖ്യയുടെ പൂർണ്ണ രൂപം. ഇനി ഏതാണ് ശുക്രസംഖ്യ? 1, 3, 5, 6, 1356. ഇതാണ് ഒരു ശുക്രസംഖ്യ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൻ്റെ നടുക്കായിട്ട് ഈ ശുക്രസംഖ്യ എഴുതണം. അത് എഴുതുന്നതിന് മുൻപ് എന്താണ് 1356 എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നു കൊണ്ട് എഴുതിയെങ്കിലേ അതിന് ഫലമുള്ളൂ എന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. നിങ്ങളൊന്ന് പെട്ടെന്ന് ഇത് മനസ്സിലാക്കുക. 1 എന്ന് പറയുന്ന സംഖ്യയുടെ അധിപൻ എന്ന് പറയുന്നത് ആദിത്യനാണ്. ആദിത്യൻ അഥവാ സൂര്യൻ വിജയത്തിന്റെ സംഖ്യയാണ്. എല്ലാത്തിൻ്റെയും തുടക്കം, നേതൃത്വം, നേതൃപാഠവം, വിജയം അല്ലെങ്കിൽ വിജയക്കൊടി നാട്ടുന്നത്, ഇതെല്ലാം ഈ ആദിത്യൻ അഥവാ സൂര്യനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഈ ശുക്രസംഖ്യയിൽ 1 എന്ന് പറയുന്നത് 1356 എന്ന് പറയുന്ന സംഖ്യയിൽ 1 എന്ന് പറയുന്നത് ആദിത്യൻ അഥവാ സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. വിജയത്തിന്റെ സംഖ്യയാണ് 1. 3 എന്ന് പറയുന്നത്, 3ന്റെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. ഈ വ്യാഴഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? ധനം, സമ്പത്ത്, ഐശ്വര്യം ഇതൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. വ്യാഴം പ്രസാദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉയർച്ചയാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആ വ്യാഴം പ്രതിനിധാനം ചെയ്യുന്ന അക്കമാണ് 3 എന്ന് പറയുന്ന നമ്പർ. അപ്പോ 1, 3, 1356 എന്നതില് 3 എന്ന് പറയുന്നത് വ്യാഴത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇനി അടുത്തത് 5 ആണ്. വളരെ പ്രത്യേകതയുള്ള സംഖ്യയാണ് 5 എന്ന് പറയുന്നത്. ധനവുമായിട്ടും നമ്മുടെ കർമ്മ മേഖലയുമായിട്ടും ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന സംഖ്യയാണ് 5 എന്ന് പറയുന്നത്. 5 പ്രതിനിധാനം ചെയ്യുന്നത് ബുധനെയാണ്. ബുധൻ എന്നാൽ ബുദ്ധി, അറിവ്, കർമ്മവിജയം ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയിക്കാനുള്ള യോഗം,
നമുക്ക് ഉയർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലും വിജയിക്കണമല്ലോ. ചുമ്മാ ആരും നമുക്ക് ധനം കൊണ്ടുതരില്ലല്ലോ. നമുക്ക് കർമ്മത്തിൽ വിജയിക്കാൻ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൊന്നായി തീരാൻ അല്ലെങ്കിൽ പൊന്നാക്കി തീർക്കാൻ കഴിയുന്ന, അതിന് ഉതകുന്ന സംഖ്യയാണ് 5 അഥവാ ബുധനെ പ്രതിനിധാനം ചെയ്യുന്ന 5 എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്നത് ബുധഗ്രഹമാണ്. അപ്പോൾ 1 സൂര്യനാണ്, അതുപോലെ 3 എന്ന് പറയുന്നത് വ്യാഴമാണ്, 5 എന്ന് പറയുന്നത് ബുധനാണ്. ഇനി 6, 1356 അവസാനത്തെ നമ്പറായിട്ടുള്ള 6 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. 6 എന്ന് പറയുന്നത് വേറെയൊന്നുമല്ല, സാക്ഷാൽ ശുക്രനാണ്. ശുക്രനാണ് 6 എന്ന് പറയുന്നത്. ഐശ്വര്യത്തിന്റെ എല്ലാ കഷ്ടകാലങ്ങളും തീർത്തു തരുന്ന സംഖ്യയാണ് 6 എന്ന് പറയുന്നത്. ശുക്രനെ പ്രതിനിധാനം ചെയ്യുന്നത് 1356 1ഉം 3ഉം 5ഉം 6ഉം ചേരുന്നു. ആദിത്യനും വ്യാഴവും ബുധനും ശുക്രനും ചേരുന്ന ഈ 4 എണ്ണം ചേരുന്ന സംഖ്യയെ ശുക്രസംഖ്യ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അതെന്തുകൊണ്ടാണ് ബാക്കി ഗ്രഹങ്ങളെ പറയാതെ ശുക്രസംഖ്യ എന്ന് വിളിക്കുന്നത്? കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ സംഖ്യകൾ എല്ലാം ഒന്ന് കൂട്ടി നോക്കിക്കേ, എത്രയാ കിട്ടുന്നത്? ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. 15 1ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? ന്യൂമറോളജി അറിയുന്നവർക്കറിയാം, 1ഉം 5ഉം കൂട്ടിയാൽ 6ആണ് കിട്ടുന്നത്. ഇതിന്റെ ആകെ മൊത്തം തുക എന്ന് പറയുന്നത് 6ലാണ് വന്നു നിൽക്കുന്നത്. ഈ 6 ആരാണ്? 6 എന്ന് പറയുന്നത് ശുക്രനാണ്. ആ ശുക്രനുള്ളിൽ എന്തൊക്കെയുണ്ട്? ആദിത്യൻ, ബുധൻ, വ്യാഴം, ശുക്രൻ എല്ലാം കൂടെ ചേരുന്ന ഒരു മാജിക്കൽ നമ്പറാണിത്. ഒരുപാട് എനർജി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംഖ്യയാണ്, ഐശ്വര്യം കൊണ്ടുവരാൻ കഴിയുന്ന സംഖ്യയാണ് ഈ ശുക്രസംഖ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 1356 എന്ന് പറയുന്ന സംഖ്യയെ ശുക്രസംഖ്യ ആയിട്ട് പറയുന്നത്. നമുക്ക് ഉദയം മുതൽ ഉദിച്ച്, അതായത് ആദിത്യനിൽ നിന്ന് ഉദിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും കഴിവുകളും നേടി ശുക്രയോഗത്തിൽ എത്തുന്ന 1356 എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുവരുന്ന സംഖ്യയാണ് ഈ പറയുന്ന ശുക്രസംഖ്യ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഉദയത്തിൽ നിന്ന് വന്ന് നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളും കഷ്ടതകളും തീർത്ത് നമ്മൾ കഴിവുകൾ ആർജിച്ച് ശുക്രനടിച്ച് ഒടുവിൽ വിജയത്തിലേക്ക് എത്തുന്നു. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. എഴുതാനായിട്ട് എടുക്കേണ്ടത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം. നല്ല ഒരു വെള്ള പേപ്പർ, A4 സൈസ് പേപ്പറോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കീറാത്ത, ഒടിയാത്ത, ചുളുക്കുകളൊന്നും ഇല്ലാത്ത നല്ല ഒരു കഷ്ണം പേപ്പർ എടുക്കുക. ആ പേപ്പർ എടുക്കുന്ന സമയത്ത് ആ പേപ്പറിനോടൊപ്പം നല്ല ഒരു പച്ചമഷി പേന എടുക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, പച്ച നിറം സമൃദ്ധിയുടെ നിറമാണ്. ആ നിറം ഉപയോഗിച്ച് വേണം ഈ ശുക്രസംഖ്യ എഴുതാൻ എന്ന് പറയുന്നത്. എങ്കിലേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ. ഒരു കാരണവശാലും കറുപ്പ് മഷി വച്ചൊന്നും എഴുതി കളയരുത്. അത് ഇരട്ടി ദോഷം വിളിച്ചു വരുത്തും. നേരെ വിപരീത ഫലമായിരിക്കും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു പച്ചമഷി പേന വാങ്ങിക്കുക, നല്ല ഒരു വെള്ള പേപ്പറും എടുക്കുക. എടുത്ത ശേഷം ആദ്യം തന്നെ നമ്മൾ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ഇത് എഴുതാനായിട്ട്. കുളിച്ച് ശുദ്ധിയായി വന്ന് എവിടെയെങ്കിലും ഒരിടത്ത് സമാധാനമായിട്ട് വന്ന് ഇരുന്നു കൊണ്ട് എഴുതണം. നിങ്ങൾക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് എഴുതാനാവുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി കിഴക്കോട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്നാലും മതി. തെക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിഞ്ഞിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് വേണം ആ വെള്ള പേപ്പറിന്റെ മധ്യത്തിലായിട്ട് 1356 1 3 5 6 എന്ന് എഴുതുക. ഇങ്ങനെ എഴുതുന്ന സമയത്ത് മധ്യത്തിലായിട്ട് വേണം എഴുതാനായിട്ട്. അങ്ങനെ എഴുതുന്ന സമയത്ത് ഓം ശും ശുക്രായ നമഃ എന്ന് മനസ്സിൽ ജപിച്ചിട്ട് എഴുതുന്നത് ഏറ്റവും നന്നായിരിക്കും. 1356 എന്ന് പച്ചമഷി പേന ഉപയോഗിച്ച് എഴുതുക. എഴുതിയിട്ട് ആ ഒരു പേപ്പർ 4ആയിട്ടോ 5ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യാർത്ഥം ഒന്ന് മടക്കിയെടുക്കുക. പേഴ്സിൽ കൊള്ളുന്ന രീതിയിൽ, പുറത്തേക്കൊന്നും കാണാത്ത രീതിയിൽ, പേഴ്സിനുള്ളിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ മടക്കിയെടുക്കുക. ഈ മടക്കി വയ്ക്കുന്ന സമയത്ത് മടക്കിന്റെ നടുക്കായിട്ട് ഒരു 10 രൂപയോ ഒരു 100 രൂപയോ എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ആ ഒരു നോട്ട് അതിന്റെ കൂടെ അതിന്റെ മധ്യത്തിലായിട്ട് വച്ച് മടക്കി ആ പേഴ്സിനകത്ത് വയ്ക്കുക. ധനത്തോട് ചേർന്നിരിക്കണം ശുക്രസംഖ്യ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മടക്കുന്ന സമയത്ത് ഒരു 10ന്റെയോ 100ന്റെയോ കയ്യിലുള്ള ഏതാണ് ചെറിയൊരു നോട്ട് അതിന്റെ കൂടെ മടക്കി പേഴ്സിൽ വയ്ക്കുക. ആ പേപ്പറും എടുക്കേണ്ട, ആ നോട്ടും എടുക്കേണ്ട. പെട്ടെന്ന് ഒരു ആവശ്യം വരുന്ന സമയത്ത് ആ നോട്ട് എടുത്തു കൊടുത്തു കളയരുത്.
കൊടുക്കാതെ അത് പേഴ്സിൽ ഒരു മൂലയ്ക്കായിട്ട് മടക്കി വയ്ക്കുക. മടക്കി വച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികളിലേക്ക് പോവുക. സൗഭാഗ്യം ആ വ്യക്തിയെ തേടി ആ വെച്ചിരിക്കുന്ന വ്യക്തിയെ അന്വേഷിച്ചു വരും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ധനാഭിവൃദ്ധി ഉണ്ടാകും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിത വിജയമുണ്ടാകും, കർമ്മ വിജയമുണ്ടാകും. എല്ലാം തൊടുന്നതൊക്കെ വശ്യമായി തീരും. ജീവിതത്തിൽ സന്തോഷം അലയടിക്കും എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇത് ചെയ്തു വച്ചിട്ടുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് ഇത് ചെയ്തു വെച്ച് അതിന്റെ ഫലം ലഭിച്ചിട്ടുള്ളതാണ്. പലരുടെയും പേഴ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് പറ്റും. ഒരുപക്ഷെ ആരും അങ്ങനെ പുറത്ത് പറയത്തില്ല, പുറത്ത് കാണിക്കില്ല എന്നുള്ളതാണ്. ഇത് ചെയ്യേണ്ട ദിവസവും സമയവും ഞാൻ പറഞ്ഞു തരാം. ചെയ്യേണ്ടത് ഏറ്റവും നല്ല ദിവസം ചെയ്യാൻ ഏറ്റവും ഉതകുന്ന ദിവസം എന്ന് പറയുന്നത് 6-ാം നാളായ വെള്ളിയാഴ്ചയാണ്. വെള്ളിയെന്ന് പറഞ്ഞാൽ ശുക്രനെ പ്രതിനിധാനം ചെയ്യുന്ന ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസം വേണം ചെയ്യാനായിട്ട്. ഇത് ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തമുണ്ടല്ലോ, ആ സമയത്ത് എഴുന്നേറ്റ് ചെയ്യുവാണെങ്കിലും ഏറ്റവും നല്ലതാണ്. ഒന്നുകിൽ സന്ധ്യയ്ക്ക് ചെയ്യാം, അതുമല്ല എന്നുണ്ടെങ്കിൽ വെളുപ്പിന് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. നിങ്ങളിത് പേഴ്സിലോ ബാഗിലോ ഒക്കെ വെക്കുന്ന സമയത്ത് ആ പേഴ്സിന് ഓട്ടയോ കീറലോ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. നമ്മൾ മൂദേവി ഇരിക്കുന്ന ഇടത്ത് കീറലും ഓട്ടയും ഒക്കെയുള്ള ഇടമെന്ന് പറയുന്നത് മൂദേവി ഇരിക്കുന്ന സ്ഥാനമാണല്ലോ. അങ്ങനെയൊരു പേഴ്സിലേക്കാണ് നമ്മളിത് കൊണ്ടുപോയിട്ട് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഫലവും ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സൊക്കെ കീറി തുടങ്ങിയവരാണ് എന്നുണ്ടെങ്കിൽ പഴകിയത് മാറ്റി പുതിയത് വാങ്ങിച്ച് ഇത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത് പുറമേയുള്ള അതിന്റെ ഭംഗിയല്ല പറയുന്നത്. പേഴ്സിന് ഓട്ട വീഴുന്നത്, അടിഭാഗത്ത് ഓട്ട വീഴും. എന്നാലും അത് കൊണ്ടു നടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ചെറിയ ഓട്ടയായിരിക്കും, പൈസയൊന്നും പുറത്തേക്ക് പോകത്തൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അത്തരത്തിൽ വയ്ക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള പേഴ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കില്ല എന്നുള്ളതാണ്. പുതിയ ഒരു പേഴ്സ് വാങ്ങിച്ചിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും പൂർണ്ണ വിശ്വാസത്തോടെ വേണം ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം അതിന്റെ ഫലം നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. ഇനി സ്ത്രീകൾ ആർത്തവ സമയത്ത് ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആർത്തവ സമയത്ത് അതിനുശേഷം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. 7 ദിവസത്തിന് ശേഷം കുളിച്ച് ശുദ്ധിയായി വന്ന ശേഷം നിങ്ങൾക്കിത് ചെയ്യാം. അല്ലാത്ത പക്ഷം ആർത്തവ സമയത്ത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന ഏതൊരാൾക്കും അതിൻ്റെ ഫലം ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു ശുക്രസംഖ്യ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം പോലും മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു സംഖ്യയാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ശുക്രസംഖ്യ എഴുതി വയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.